തസ്യ തദ്വചനം ശ്രുത്വാ ഋഷിതാഃ പാണ്ഡവാഭൃശം പ്രാഗേവ ഭൃശസംക്രുദ്ധാഃ കൈതവ്യേനാപി ദർശിതാഃ. അപ്പോൾ ഉലൂകനോട് ഇതൊക്കെ പറഞ്ഞു, അവിടെ ചെന്ന് പറയൂ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ രണ്ടാമത് ആവർത്തിക്കണ്ടല്ലോ. ഉലൂകൻ അവിടെ ചെന്ന് എല്ലാവരോടും പറയാനുള്ളത് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് പാണ്ഡവന്മാരെല്ലാവരും സഹോദരന്മാരവിടെ ഉണ്ട്. അത് കേട്ടപ്പോഴോ ഉലൂകഃ തു അർജുനം ഭൂയോ യഥോക്തം വാക്യമബ്രവീത്. ദുര്യോധനൻ പറഞ്ഞയച്ച കാര്യങ്ങളെല്ലാം ഒന്നു വിടാതെ ഒന്നു പിഴയ്ക്കാതെ എല്ലാവരെയും ധരിപ്പിച്ചു. ആശീവിഷമിവ ക്രുദ്ധം തുതൻ വാക്യശലാകയാ. ആ പറഞ്ഞ വാക്കൊക്കെ എങ്ങനത്തതാ? കൂർത്തുമൂർത്ത വാക്കുകളാണ് പറഞ്ഞത്. ആ വാക്കുകൾ, ദുര്യോധൻ്റെ വാക്കുകൾ അങ്ങോട്ട് കേട്ടതോടുകൂടി ആശീവിഷമിവ ക്രുദ്ധം, ആ വാക്ക് ഓരോന്നും തുളച്ച് തുളച്ച് കയറുന്നതായിരുന്നു. അതങ്ങോട്ട് കേട്ടതോടുകൂടി നല്ല വിഷപ്പാമ്പ്, അതിന് കോപം വന്നാൽ എങ്ങനെയാവോ ആ തരത്തിലുള്ള കോപമാണ് പാണ്ഡവന്മാരുടെ മനസ്സിൽ ഉദിച്ചത്. തസ്യ തദ്വചനം ശ്രുത്വാ ഋഷിതാഃ പാണ്ഡവാഭൃശം. ആ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ പാണ്ഡവന്മാർക്ക് അത്യധികം അങ്ങേ അറ്റം ഋഷിതാഃ കോപം വന്നു, അവർക്ക് ദേഷ്യം വന്നു, അസഹ്യത തോന്നി. പ്രാഗേവ ഭൃശസംക്രുദ്ധാഃ കൈതവ്യേനാഭിദർശിതാഃ. മുൻപേ അവർക്കുണ്ട് മനസ്സിൽ വിഷമവും കോപവും ഒക്കെ. നമുക്ക് അവകാശപ്പെട്ട രാജ്യം ഈ ദുര്യോധനൻ തട്ടിയെടുത്ത് വയ്ക്കുന്നുണ്ടല്ലോ. ഈ കണ്ട കാലം കഴിഞ്ഞ് നാം അവരാവശ്യപ്പെട്ട പ്രകാരം 13 കൊല്ലം കഴിച്ചുകൂട്ടി, കാട്ടിലും നാട്ടിലുമായി. എന്നിട്ട് ചോദിക്കുമ്പോൾ തരുന്നില്ല. കൃഷ്ണനെ തന്നെ പറഞ്ഞയച്ചു. അദ്ദേഹം ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. കൂട്ടയുദ്ധവും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ആ സരള ഹൃദയത്തിന് ഒരു തരത്തിലുള്ള പ്രതികരണവും അവിടുന്ന് ഉണ്ടായില്ല. അപ്പം അവസാനം കോപം തന്നെയാണല്ലോ. കൈതവ്യേനാഭിദർശിതാഃ. അത് കഴിഞ്ഞ് ഇവിടെ ഉലൂകൻ വന്ന് പറഞ്ഞതോ ദുര്യോധൻ്റെ വാക്കുകൾ ചൊടിപ്പിച്ചാണ് പറഞ്ഞത്. ആസനേഷു ഉദതിഷ്ഠന്ത ബാഹുംശ്ചൈവ പ്രജിക്ഷിപുഃ ആശീവിഷാ ഇവ ക്രുദ്ധ വീക്ഷാം ചക്രുഃ പരസ്പരം. ആസനേഷു ഉദതിഷ്ഠന്ത ബാഹുംശ്ചൈവ പ്രജിക്ഷിപുഃ. ഉടനെ എല്ലാവരും സഹിക്കു വയ്യാതെ, ദുര്യോധനൻ അവിടെ അടുത്തില്ലല്ലോ, പറഞ്ഞയച്ച സന്ദേശമല്ലേ ഉള്ളൂ. ആ ദുര്യോധൻ്റെ നേരെ അങ്ങനെ തിളയ്ക്കുന്ന മാതിരിയുള്ള കോപമാണ്. അവർ ഇരുന്നിടത്ത് ഇരിക്കാൻ പറ്റിയില്ല അത്രേ. അങ്ങോട്ട് എണീറ്റു, വലിയ ശ്വാസവും വിട്ടുകൊണ്ട്. എന്നിട്ട് കയ്യ്, അവർക്ക് താഴത്തിരിക്കുന്ന കൈ ഉയർത്തിയിട്ടാണ് പിന്നെ സംസാരിച്ചത്. പ്രജിക്ഷിപുഃ ആശീവിഷാ ഇവ ക്രുദ്ധ വീക്ഷാം ചക്രുഃ പരസ്പരം. അങ്ങനെ തുറിച്ച് ചവന്ന കണ്ണോടുകൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കണ്ടില്ലേ യുദ്ധത്തിന് തലേ ദിവസം ഈ ദുര്യോധനൻ പറഞ്ഞയച്ചിരിക്കുന്നത്? എന്തൊക്കെയാ അവൻ നമ്മളോട് പറയുന്നത്? അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. പ്രയാഹി ശീഘ്രം കൈതവ്യ ബ്രൂയാശ്ചൈവ സുയോധനം ശ്രുതം വാക്യം ഗൃഹീതോർത്ഥോ മതം യത്തേ തഥാസ്തുതത്. പ്രയാഹി ശീഘ്രം കൈതവ്യ ബ്രൂയാശ്ചൈവ സുയോധനം. ശരി, ഇവിടുന്ന് അങ്ങോട്ട് വേഗം പൊക്കോളൂ കൈതവ്യ. അവിടെ ചെന്ന് സുയോധൻ്റെ അടുത്ത് പറയൂ, ശ്രുതം വാക്യം ഗൃഹീതോർത്ഥോ മതം യത്തേ തഥാസ്തുതത്. ദുര്യോധനൻ പറഞ്ഞയച്ച കാര്യങ്ങൾ മുഴുവനും, ഞങ്ങളോട് ഉലൂകൻ പറഞ്ഞത് മുഴുവനും ഞങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ അർത്ഥം പൂർണ്ണ ഗൗരവത്തോടുകൂടി ആഴത്തോടുകൂടി മനസ്സിലാക്കി. മതം യത്തേ തഥാസ്തുതത്. തൻ്റെ ഉദ്ദേശം എന്തോ ആ ഉദ്ദേശം വഴിപോലെ നടന്നോട്ടെ എന്ന്. ഞങ്ങൾക്കതിൽ ഒന്നും തിരിച്ചു പറയാനില്ല. എന്താണ് ദുര്യോധനൻ ആവശ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ അത് നടന്നോട്ടെ എന്ന്. അശക്താനാമിവാസ്മാകം പ്രോത്സാഹന നിമിത്തകം ശ്രുതം ദേവചനം മൂർഖ യത്വാം ദുര്യോധനോ അബ്രവീത്. ഈ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞങ്ങളുടെ മനസ്സിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഉണ്ടാവുന്നത് എന്താ? അശക്താനാമിവാസ്മാകം പ്രോത്സാഹന നിമിത്തകം. ശക്തിയില്ലാത്തവരെ ചൊടിപ്പിക്കാൻ എന്താ ചെയ്യുക? ചൊടിപ്പിച്ച് സംസാരിക്കും. ഏതാണ്ട് അതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ദുര്യോധനൻ്റെ വാക്ക് കേട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഉത്സാഹവും തീവ്രതയും ഊക്കും ഉണർവും എല്ലാം തന്നെ എത്രയോ ഇരട്ടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പ്രോത്സാഹന നിമിത്തകം. ഒരു നിലയ്ക്കത് നല്ലതാ. ഞങ്ങളുടെ മനസ്സ് ശമമിച്ഛിക്കുന്നതാണല്ലോ. ആ ശമമിച്ഛിക്കുന്ന മനസ്സിനെ വേണ്ടതുപോലെ ഉത്സാഹപ്പെടുത്തണമെങ്കിൽ ഈ മാതിരി വ്രണപ്പെടുത്തുന്ന വാക്കുകൾ തന്നെ കേൾക്കണം. അതുകൊണ്ട് കേട്ടത് നന്നായി. യത്വാം ദുര്യോധനോ അബ്രവീത്.
അപ്പം ദുര്യോധനൻ പറഞ്ഞത് മുഴുവനും അതിന് ചേർന്നതാണ്. ജ്ഞാതികളുമായി പോര് ചെയ്യുക, അവരെ വധിക്കുക, അത് തീരെ വയ്യ എന്ന തോന്നലാണ് ഞങ്ങളുടെ മനസ്സിൽ. അങ്ങനെ തോന്നിക്കൊണ്ട് പിൻവാങ്ങണം എന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ വലിയ നിർബന്ധത്തോടും ഉത്സാഹത്തോടും കൂടി യുദ്ധം ചെയ്യിക്കാൻ സന്നദ്ധമാക്കുന്നതാണ് ദുര്യോധനൻ്റെ ഈ വാക്കുകൾ മുഴുവനും. കേട്ടോളൂ, ഇതാണ് ഉദ്ദേശം. എന്തൊക്കെ പറഞ്ഞാലും പാണ്ഡവന്മാർക്ക് ശമമാണ് ആവശ്യം. അവർ യുദ്ധം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പക്ഷത്തിലുള്ള 7 അക്ഷൗഹിണി അടക്കം എല്ലാവരും ചാവുമല്ലോ ഒരു യുദ്ധത്തിൽ. പടയാളികളിൽ ഒരു വകുപ്പ് മാത്രമായിട്ട് ചാവില്ല. അത് കേട്ടിട്ട് ആദ്യം മറുപടി പറഞ്ഞത് ഭീമനാണ്. മയാഭിജ പ്രതിജ്ഞാതോ വധഃ സ ഭ്രാതൃകസ്യതേ സ തഥാ ഭവിതാ പാപ നാത്ര കാര്യാ വിചാരണ. മയാഭിജ പ്രതിജ്ഞാതോ വധഃ സ ഭ്രാതൃകസ്യതേ സ തഥാ ഭവിതാ പാപ നാത്ര കാര്യാ വിചാരണ. ഞാൻ പ്രതിജ്ഞ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. പോരാത്തതിന് ദുര്യോധന താൻ എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ പ്രതിജ്ഞ പൂർണ്ണമായി നടക്കും എന്ന് പറഞ്ഞാൽ എന്താ? സഭ്രാതൃകസ്യതേ വധഃ, തന്നെയും തൻ്റെ സഹോദരനായിരിക്കുന്ന ദുശാസനൻ ബാക്കിയുള്ളവരെയും കൊന്നൊടുക്കും എന്നുള്ളത് തീർച്ചയാണ്. സ തഥാ ഭവിതാ പാപ നാത്ര കാര്യ വിചാരണ. ഞാൻ പ്രതിജ്ഞ ചെയ്തത് ശരിയാണ്. ആ പ്രതിജ്ഞ അക്ഷരാനുസാരം ശരിക്കും നടക്കും. ഇതിൽ രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല, പുനർവിചാരം ആവശ്യമില്ല. ആ പ്രതിജ്ഞ ചെയ്തത് അതേ രൂപത്തിൽ അവിടെ നിൽക്കുന്നു, എൻ്റെ മനസ്സിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാനുള്ള സമയവും ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഒരു കാര്യവും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ഓർമ്മക്കുറിപ്പ് കിട്ടിയിട്ട് വേണ്ട എനിക്കിത് നടത്താൻ. വേലാം അതിക്രമേത് സദ്യ സാഗരോ വരുണാലയ പർവതാശ്ച വിശീര്യേയുഃ മയോക്തം ന മൃഷാ ഭവേത്. വേലാം അതിക്രമേത് സദ്യ സാഗരോ വരുണാലയ. വരുണാലയമായിരിക്കുന്ന സമുദ്രം, ഭൂമിയുടെ 3/4 ഭാഗം സമുദ്രമാണ്, 1/4 ഭാഗേ മണ്ണുള്ളൂ, പുറത്ത് കാണുന്ന മണ്ണ്. ആ സമുദ്രം കരകവിഞ്ഞൊഴുകി ഉള്ള ഭൂമി മുഴുവനും വെള്ളത്തിലായി എന്നൊരു പക്ഷേ വരാം. സാധാരണ സമുദ്രം അതിക്രമിക്കില്ലല്ലോ കരയെ. അങ്ങാനും അതിക്രമിച്ചു എന്ന് തന്നെ വരാം, അതും സംഭവിച്ചേക്കാം. പർവതാശ്ച വിശീര്യേയുഃ, പർവ്വതങ്ങൾ പൊടിഞ്ഞ് തകരാറായി, തീരെ പൊടിഞ്ഞു എന്ന് വരാം. മയോക്തം ന വൃഷാ ഭവേത്. ഈ ഭീമസേനൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊരിക്കലും വൃഥാവാവില്ല, മിഥ്യയാവില്ല. സമുദ്രത്തിന് മാറ്റം വരാം, പർവ്വതങ്ങളും കൂടി മാറ്റം വന്നു എന്ന് വരാം. പക്ഷേ ഭീമൻ പറഞ്ഞിട്ടുള്ള വാക്ക് ഒരു കാലത്തും അന്യഥ ആവില്ല, വെറുതെ ആവില്ല, അത് പാഴാവില്ല എന്ന് ഭീമൻ പറയുകയാണ്. ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ യുദ്ധം ചെയ്യേണ്ടവർക്ക് വേണ്ട ഉത്സാഹവും ഉണർവും ഉണ്ടാവണം. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഈ ദുര്യോധനൻ്റെ സന്ദേശം അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അവർക്ക്. ആധുനികമായി പട പുറപ്പെടുമ്പോൾ ആ പടയാളികൾക്ക് ഉത്സാഹം പിടിപ്പിക്കാനായിട്ട് അവരെന്താ ചെയ്യുക? വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടാണ് പോവുക. ആ വാദ്യവും ഘോഷവും ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് വല്ല മുദ്രാവാക്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെല്ലുമ്പോൾ തീവ്രത കൂടി, ഉത്സാഹം കൂടി, ഉണർവ് കൂടി, ശത്രുവിനെ നേരിടണം, ജയിക്കണം എന്നുള്ള നിലയായി. അവിടെ പോണത് ഒന്നിലോ മരിക്കാൻ, ഇല്ലെങ്കിൽ കൊല്ലാനാണല്ലോ പോകുന്നത്. അപ്പം മനസ്സതിന് സമ്മതിക്കണമല്ലോ. അപ്പം സമ്മതിക്കാൻ ഇത് വളരെയധികം സഹായമായി. സഹായസ്തേ യദിയമഃ കുബേരോ രുദ്രയേവ വാ യഥാ പ്രതിജ്ഞം ദുർബുദ്ധേ പ്രഹരിഷ്യന്തി പാണ്ഡവാഃ ദുശാസനസ്യ രുധിരം പാതാചാസ്മി യഥേപ്സിതം. സഹായസ്തേ യദിയമഃ കുബേരോ രുദ്രയേവ വാ യഥാ പ്രതിജ്ഞം ദുർബുദ്ധേ പ്രകരിഷ്യന്തി പാണ്ഡവാഃ. ദുര്യോധന, നന്നായി കേക്ക്. എന്ത്? സഹായസ്തേ യദിയമഃ, സാക്ഷാത് എല്ലാവരെയും കൊന്നുകൊണ്ടുപോകുന്ന യമധർമ്മരാജാവാണ് തന്നെ സഹായിക്കാൻ പോണത് എന്നുണ്ടെങ്കിലും കുബേരോ രുദ്രയേവ വാ, ഇനി കുബേരൻ തന്നെ വന്നോട്ടെ, അല്ല പരമശിവൻ തന്നെ ആയിക്കോട്ടെ രുദ്രൻ, ഇവരാര് വന്ന് ദുര്യോധനെ സഹായിച്ചാലും യഥാ പ്രതിജ്ഞം ദുർബുദ്ധേ പ്രകരിഷ്യന്തി പാണ്ഡവാഃ, അവരെന്ത് പ്രതിജ്ഞ ചെയ്തോ പാണ്ഡവന്മാർ, അത് അതേ പ്രകാരം അവർ ചെയ്യും, നിർവഹിക്കും, സാഫല്യം അണയും. അതിലൊരു മാറ്റവും ഇല്ല. ദുശാസനസ്യ രുധിരം പാതാചാസ്മി യഥേപ്സിതം. ദുശാസനൻ്റെ രക്തം കുടിച്ചതായി കണക്കാക്കിക്കോളൂ. അന്ന് ഞാൻ പറഞ്ഞുവല്ലോ, ഭീമസേനൻ നിറഞ്ഞ സദസ്സിൽ
ആ പറഞ്ഞ പ്രകാരം തന്നെ ദുര്യോധനെ പൊളിച്ച് തട്ടിയിട്ട് മാന്തി അവൻ്റെ രക്തം കുടിച്ചു എന്ന് തന്നെ കണക്കാക്കിക്കോളൂ. അന്ന് പറഞ്ഞ പ്രകാരം എൻ്റെ ഇഷ്ടത്തിന് ആ ഇഷ്ടം സഫലമാകുന്നത് വരെ. യശ്ചേഹ പ്രതിസംരബ്ധ ക്ഷത്രിയോ മാഭിയാസ്യതി അഭിഭീഷ്മം പുരസ്കൃത്യ തം നേഷ്യാമി യമക്ഷയം. നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ് എന്നുള്ള ഒരു സമാനതയുണ്ട്. പക്ഷേ ഭീഷ്മനും ദ്രോണനുമൊക്കെ ദുര്യോധനൻ്റെ പക്ഷത്തിലാണ് അണിനിരക്കുന്നത്. അപ്പം ഭീഷ്മനുണ്ട് എന്നുള്ളത് ദുര്യോധനന് വലിയ ഒരു കവചമാണ്, ഒരു തടയാണ്. ആ പിതാമഹനോട് പാണ്ഡവന്മാർക്ക് എന്തായാലും കൂറും കടപ്പാടും ആദരവും അതേ ഉള്ളൂ. അപ്പം ആ ഭീഷ്മനെ പുരസ്കരിച്ചുകൊണ്ടാണ് യുദ്ധം. അപ്പം ഭീഷ്മനെ മുൻനിർത്തി നിങ്ങൾ ആരാരെല്ലാം ഞങ്ങളുടെ നേരിടാൻ വരുന്നുണ്ടോ അവരെ മുഴുവനും പുരസ്കൃത്യ തം നേഷ്യാമി യമക്ഷയം. അവർ സർവ്വ ആൾക്കാർക്കും യമപുരിയിലേക്ക് പോകാനേ പറ്റൂ. അപ്പം ഭീഷ്മനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ആരാരെല്ലാം വരുന്നുണ്ടോ അവരെ എല്ലാവരെയും കൊന്നെടുക്കാൻ തയ്യാറാണ് ഞാൻ. ആ കാര്യത്തിൽ ഒരു മാറ്റമില്ല, ഒരു പിൻവാങ്ങലുമില്ല. ഇതാണ് ഭീമൻ പറഞ്ഞത്. ഭീമൻ പറഞ്ഞത് എല്ലാം ഞാനിവിടെ പറയണില്ല, ചില ഭാഗങ്ങളും ചില ശ്ലോകങ്ങളെ പറയുന്നുള്ളൂ. സഹദേവൻ അത് കേട്ടിട്ട് പറയുന്നു. ശൗടീരശൂരസദൃശം അനീകജന സംസദി ശൃണുപാപ വചോമഹ്യം യദ്വാച്യോ ഹി പിതാ ത്വയാ. സാധാരണ ശത്രുപക്ഷത്തിൽ നിന്നൊരു ദൂതൻ വന്നാൽ ആ ദൂതൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. ദൂതൻ പറയണത് എന്താ? ആര് പറഞ്ഞയച്ചോ അവരുടെ നിവേദനമോ അവരുടെ വാക്കുകളായിരിക്കും പറയുക. അപ്പം ദൂതന് അതിലൊരു തീവണ്ടി മാതിരി കൊണ്ടുപോകുന്ന പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന മാതിരി ഒരു സ്ഥാനമേ ഉള്ളൂ. അത് മുഴുവനും കേട്ട് നമ്മൾക്ക് മറുപടി പറയാനുള്ളത് വാസ്തവത്തിൽ ആരോട് പറയണം? ആര് പറഞ്ഞയച്ചോ ആ ആളോടാണ് മറുപടി. ദൂതനോട് കയർക്കേണ്ട ആവശ്യമില്ല, ദൂതനോട് അപമര്യാദ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് നമ്മുടെ വ്യവസ്ഥ. ഇപ്പോൾ കൃഷ്ണനെ പിടിച്ച് കെട്ടാൻ പുറപ്പെട്ടുവല്ലോ, ആ കെട്ടാൻ പുറപ്പെട്ട ഒരാവശ്യവും അവിടെ ഇല്ല. കൃഷ്ണൻ വന്നിട്ടുള്ളത് ഒരു ദൂതനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേശം കേൾക്കുക, അതിൽ വേണ്ട നടപടിയെടുക്കുക, പറയാനുള്ളത് പറഞ്ഞങ്ങോട്ട് വിടുക. ഈ വന്ന ആളെ ഒരു തരത്തിലും നമ്മൾ വെറുക്കുക, തെറ്റായി പെരുമാറുക ഒന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ വ്യവസ്ഥ. ഇവിടെ ഇപ്പോൾ സഹദേവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. അതിൽ ചെറിയ ഒരു പാളിച്ച മാതിരി ഒരു വ്യതിയാനം അവിടെ കാണുന്നുണ്ട്. ശൗടീരശൂരസദൃശം അനീകജന സംസദി ശൃണുപാപ വചോഹോ മഹ്യം യദ്വാച്യോ ഹി പിതാ ത്വയാ. എന്തായാലും വന്നിട്ടുള്ളത് ഉലൂകനാണ്. ഉലൂകനോ ശകുനിയുടെ പുത്രനാണ്. ഈ ശകുനിയാണല്ലോ ഇതിൻ്റെ പിന്നിൽ കടന്ന് കളിച്ചിട്ടുള്ള കളി മുഴുവനും. ദുര്യോധനോട് ഓരോ സമയത്തും അച്ഛൻ്റെ അടുത്ത് പോയി ഇന്ന കാര്യങ്ങൾക്ക് സമ്മതം മേടിക്കണം, അച്ഛനെ സമ്മതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യത്തിലും ഉപദേശിക്കുന്നത് ഈ ശകുനിയാണ്. ശകുനിക്ക് ഒരു തരത്തിലൊരു വിഷമമുണ്ട്. എന്താണത്? തൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ച ശേഷം മുതൽ അവസാനം വരെ ഭർത്താവ് കുരുടനാണല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ കണ്ണും കെട്ടിയിരിക്കുക. ഈ കാഴ്ച ശകുനിക്ക് കാണാൻ തീരെ ഇഷ്ടമില്ല. അപ്പം എൻ്റെ സഹോദരിയുടെ ജീവിതം മുഴുവനും പാഴായില്ലോ എന്നൊരു വിഷമുണ്ട് ശകുനിക്ക്. ആ വിഷമം മനസ്സിൽ പലതരത്തിലും പ്രകടമാവാം. അപ്പം ഒരു പക്ഷേ ശകുനിയുടെ ഈ പിന്നിലുള്ള കർട്ടൻ്റെ പിന്നിൽ കിടന്നിട്ടുള്ള കളി മുഴുവനും ഉണ്ടല്ലോ, അതെല്ലാം എന്തെങ്കിലും ഒരു മനസ്സിന് ക്ഷതമേറ്റതിൻ്റെ ഒരു പ്രതികരണമാവാം. അത് മനസ്സിലുണ്ടാവും. എന്തായാലും ശകുനിയോട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സഹദേവൻ പറയുന്നത്. നാസ്മാകം ഭവിതാ ഭേദഃ കദാചിത് കുരുഭിഃ സഹ ധൃതരാഷ്ട്രസ്യ സംബന്ധോ യദിന സ്യാത് ത്വയാ സഹ. ശകുനിയോട് പറയാണ്, ശകുനി നല്ല പോലെ ആലോചിക്കൂ. ശകുനിയുടെ സഹോദരി ഗാന്ധാരി കുരുവംശത്തിലേക്ക് പാണിഗ്രഹണം ചെയ്ത് കൊടുത്തത് ഒരു ബന്ധമുണ്ടായി. എന്താ? ബ്രദർ ഇൻ ലോ എന്ന് പറയുന്ന അളിയനൊരു ബന്ധം വന്നുല്ലോ. ഈ ബന്ധം ഇല്ലാതിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള കലഹവും ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവില്ല. അപ്പം ഞങ്ങളുടെ കലഹം മുഴുവനും ഉണ്ടാക്കി തീർത്തതും അതിപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങൾ പടക്കളത്തിൽ കൊന്ന് മരിച്ച് വീഴാൻ തക്ക വിധത്തിലുള്ള വക്കത്ത് വരെ എത്തിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരൊറ്റ ആൾ കാരണമാണ്. ഇത് ആദ്യമായിട്ട് അച്ഛനോട് ചെന്ന് പറയണമെന്ന് പറയാം. നാസ്മാകം ഭവിതാ ഭേദഃ കദാചിത് കുരുഭിഃ സഹ ധൃതരാഷ്ട്രസ്യ സംബന്ധോ യദിന സ്യാത് ത്വയാ സഹ. ഈ
കുരുവംശത്തോടു കൂടി ഒരു ബന്ധമുണ്ടായിപ്പോയി അച്ഛന്. ആ ബന്ധം ഇല്ലാതെ ഇരുന്നെങ്കിൽ ആ മനുഷ്യൻ അവിടെ പോണ ചോദ്യം വരണില്ല, ദുര്യോധനെ ഉപദേശിക്കണ ചോദ്യം വരണില്ല. ദുര്യോധനൻ തൻ്റെ ഇംഗിതങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി അമ്മാമനെ കൂട്ടുപിടിക്കൂല. ആ ഒരൊറ്റ ബന്ധമാണ് ഇതിനെല്ലാം കാരണമായത്. ത്വം തു ലോകവിനാശായ ധൃതരാഷ്ട്രകുലസ്യ ച ഉത്പന്നോ വൈരപുരുഷഃ സ്വകുലഘ്നശ്ച പാപകൃത്. സഹദേവൻ പറയാണ്, ത്വം തു ലോകവിനാശായ ധൃതരാഷ്ട്രകുലസ്യ ച ഉത്പന്നോ വൈരപുരുഷഃ സ്വകുലഘ്നശ്ച പാപകൃത്. ശകുനിയോട് പറയുന്നതാണ്. എന്താ? ത്വം തു, അങ്ങ് എന്താ ചെയ്യാൻ പുറപ്പെടുന്നത്? ലോകവിനാശായ, ലോകത്തിന് മുഴുവൻ നശിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ധൃതരാഷ്ട്രകുലസ്യ ച, തൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ആർക്കാ? ധൃതരാഷ്ട്രന്. ലോകത്തിന് ഒരു ഭാഗത്ത് നശിപ്പിക്കാൻ പോണു, തൻ്റെ സഹോദരിയെ നശിപ്പിക്കാനും പോവുകയാണിപ്പോൾ. ധൃതരാഷ്ട്രകുലസ്യ ച ഉത്പന്നോ വൈരപുരുഷഃ സ്വകുലഘ്നശ്ച പാപകൃത്. സ്വന്തം കുലത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വൈരപുരുഷനായി അവതരിച്ചിരിക്കുകയാണ് അങ്ങ്. ആദ്യന്തം അടിമുടി ചെയ്യുന്നത് മുഴുവനും പാപമാണ്. ഇങ്ങനെ മഹാപാപം ചെയ്യാനും ചെയ്യിക്കാനും ഒരൊറ്റ ആളേ ഉള്ളൂ അവിടെ, അതാണ് ഈ ശകുനി. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ജന്മപ്രഭൃതി ചാസ്മാകം പിതാ തേ പാപപൂരുഷഃ അഹിതാനി നൃശംസാനി നിത്യശഃ കർത്തുമിച്ഛതി. ഈ ഗാന്ധാരിയും ധൃതരാഷ്ട്രമായിട്ട് വിവാഹം കഴിഞ്ഞുവല്ലോ. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടികളൊക്കെ ജനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യനെ കല്യാണം കഴിച്ച് ഈ കുട്ടികളുണ്ടായത് മുതൽക്ക് ജന്മപ്രഭൃതി, ഞങ്ങളുടെ ജന്മം മുതൽ ച അസ്മാകം പിതാ തേ പാപപൂരുഷ. ഉലൂകനോട് പറയാണ്, ഉലൂകൻ്റെ അച്ഛനുണ്ടല്ലോ പാപപുരുഷനാ. എപ്പോൾ നോക്കിയാലും പാപേ ചെയ്യുള്ളൂ, പുണ്യകർമ്മം ചെയ്യേണ്ട ഒരു ഉദ്ദേശവും ഇല്ല. അഹിതാനി നൃശംസാനി നിത്യശഃ കർത്തുമിച്ഛതി. തനിക്കോ തൻ്റെ കുടുംബത്തിനോ കുലത്തിനോ ലോകത്തിനോ ആർക്കും ഒന്നിനും തന്നെ നല്ലതല്ല. അടിമുടി ക്രൂരമാണ്, നിഷ്ഠുരമാണ് പ്രവൃത്തികളെല്ലാം. അത് ഒന്നല്ല രണ്ടല്ല, നിത്യശഃ കർത്തുമിച്ഛതി. തുടർച്ചയായി ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അച്ഛൻ. തസ്യ വൈരാനുഷംഗസ്യ ഗന്ധാസ്മ്യന്തം സുദുർഗമം അഹമാദൗ നിഹത്യ ത്വാം ശകുനേഃ സംപ്രപശ്യതഃ തതോസ്മി ശകുനിം ഹന്താം ഇഷതാം സർവധന്വിനാം. തസ്യ വൈരാനുഷംഗസ്യ ഗന്ധാസ്മ്യന്തം സുദുർഗമം അഹമാദൗ നിഹത്യ ത്വാം ശകുനേഃ സംപ്രപശ്യതഃ. വൈരം മാത്രമാണ് ഈ മനുഷ്യന് ഇഷ്ടപ്പെട്ടൊരു കാര്യം. ആ വൈരമൂർത്തിയായിരിക്കുന്ന തൻ്റെ അച്ഛനെ ഗന്ധാസ്മ്യന്തം സുദുർഗമം, വളരെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ പിടിച്ചാലും അഹമാദൗ നിഹത്യ ത്വാം ശകുനേഃ സംപ്രപശ്യതഃ. ആദ്യമായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഉലൂക, ആദ്യം നിന്നെ കൊല്ലും. എങ്ങനെ? അച്ഛൻ്റെ മുൻപിൽ വെച്ച് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുക കൊല്ലും. തതോസ്മി ശകുനിം ഹന്ത മിഷതാം സർവധന്വിനാം. ആദ്യമായിട്ട് നിന്നെ കൊല്ലും. അത് കഴിഞ്ഞാൽ എല്ലാ ധനുർധനന്മാരും കണ്ടുകൊണ്ടിരിക്കെ അച്ഛനെയും ഞാൻ കൊല്ലുന്നു. ഇത് സഹദേവൻ പറഞ്ഞത് ഒരു നിലയ്ക്ക് കുറച്ച് കടന്നുപോയി എന്ന് തോന്നുന്നു എനിക്ക്. അപ്പം അർജുനൻ അത് കേട്ടിട്ട് പറയുകയാണ്, ഉലൂകശ്ചന ദേവാച്യ പരുഷം പുരുഷോത്തമ ദൂതാഃ കിമപരാധ്യന്തേ യഥോക്തസ്യാനുഭാഷിണഃ. സഹദേവൻ പറഞ്ഞത് ശരിയായില്ല. എന്താ കാരണം? ഉലൂകൻ ഇവിടെ വന്നിട്ടുള്ളത് വെറും ദൂതനായിട്ടാണ്. ആ ദൂതനായി വന്നിട്ടുള്ള ഉലൂകനോട് നമുക്ക് ഒരു തരത്തിലും ദേഷ്യം കാണിക്കാൻ പാടില്ല. കാര്യം പറയുന്നത്, ഈ ഉലൂകനടക്കം ശകുനി അടക്കം നാളെ യുദ്ധത്തിൽ പങ്കെടുക്കും. ആ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഉലൂകനെ അച്ഛൻ്റെ മുൻപിൽ വെച്ച് കൊല്ലും. അത് കഴിഞ്ഞാൽ അച്ഛനെ ബാക്കിയുള്ള ധനുർധനന്മാരുടെ മുൻപിൽ വെച്ച് കൊല്ലും എന്ന പടക്കളത്തിൽ വെച്ചിട്ടാണ് കൊല്ലാൻ പോണത് എന്ന് പറയുകയാണെങ്കിലും ഉലൂകനോട് നമ്മൾ കയർക്കുക ചെയ്യുന്നത് ശരിയല്ല എന്ന് അർജുനൻ പറയാണ്. ഉലൂകശ്ചന ദേവാച്യ പരുഷം പുരുഷോത്തമ. ദൂതനോട് ഒരു നിലയ്ക്കും പൗരുഷമായി പെരുമാറരുത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റു പ്രകാരത്തിലോ. ദൂതാഃ കിമപരാധ്യന്തേ യഥോക്തസ്യാനുഭാഷിണഃ. ദൂതന്മാരെന്താ ചെയ്യുക? അവരോട് പറഞ്ഞയച്ച കാര്യങ്ങൾ ഇവിടെ വന്ന് പറയും. പറഞ്ഞയച്ച ആൾക്കാരും നമ്മളും തമ്മിലാണ് എതിരോ യോജിപ്പോ ഒക്കെ ഉള്ളത്.
അതിൽ ദൂതനെ ഒരു തരത്തിലും നമ്മളെ ഇടപിടിപ്പിക്കരുത്. ആ പറഞ്ഞത് സൗമ്യമായിട്ട് കേൾക്കുക, വന്നവർക്ക് എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങൾ വേണമെങ്കിൽ കൊടുക്കുക, സൗഹാർദ്ദത്തിനൊരു കുറവും വരരുത്. അവർ പറഞ്ഞ വാക്കൊക്കെ ആരെ പ്രതിനിധാനം ചെയ്ത് വരുന്നുണ്ടോ അവരുടെ കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ശ്രദ്ധയോ തെറ്റിദ്ധാരണയോ ഉണ്ടാവരുത്, ശ്രദ്ധ പോകരുത്, തെറ്റിദ്ധാരണയോ ഉണ്ടാകരുത്. ദൂതാക്യമപരാധ്യന്തേ യഥോക്തസ്യാനുഭാഷിണ. അർജുനൻ വളരെ ഭവ്യമായിട്ട് സംസാരിക്കുകയാണ്. സഹദേവൻ ചെയ്തത് കുറച്ച് തെറ്റായി എന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പം ആ തെറ്റിനൊരു പരിഹാരം കാണും വേണം. അതിനേക്കാൾ മഹത്വം അർജുനൻ പറയുന്ന വാക്കുകളിൽ പ്രത്യക്ഷമായി തെളിയും വേണം. അത് വെച്ചുകൊണ്ട് പറയുകയാണ്, ഭവദ്ഭിഃ സമനുജ്ഞാതോ വാക്യമസ്യ യദുത്തരം ഉലൂഹേ പ്രാപയിഷ്യാമി യദ്വക്ഷ്യതി സുയോധനം. നിങ്ങളെല്ലാവരും എനിക്ക് അനുജ്ഞ തരികയാണെങ്കിൽ ഞാൻ ദുര്യോധനൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാം. ഇത് അവിടെ ചെന്നിട്ട് ഉലൂകൻ സുയോധനോട് വേണ്ടതുപോലെ പറയട്ടെ എന്ന്. ഉലൂകേ പ്രാപയിഷ്യാമി യദ്വക്ഷ്യതി സുയോധനം. സുയോധനൻ്റെ അടുത്ത് ദുര്യോധനൻ്റെ അടുത്ത് എന്ത് പോയിട്ട് പറയണോ ആ പറയാനുള്ള വാക്കുകൾ നിങ്ങളെല്ലാം സമ്മതിക്കുമെങ്കിൽ ഞാനിതാ ഉലൂകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. എന്താ അർജുനൻ പറയണത്? വളരെ ഗൗരവമായിട്ട് പറയാ. ശോഭൂതേ കഥിതസ്യാസ്യ പ്രതിവാക്യം ചമൂമുഖേ ഗാണ്ഡീവേനാഭിധാസ്യാമി ക്ലീബാഹി വചനോത്തരാഹ. ശോഭൂതേ കഥിതസ്യാസ്യ പ്രതിവാക്യം ചമൂമുഖേ. ശോഭൂതേ. ഇനി എത്ര നേരമുണ്ട്? ഒരു ദിവസമേ ഉള്ളൂ, ഒരു രാത്രിയേ ഉള്ളൂ. അപ്പം നാളെ വെളുപ്പാങ്കാലത്ത്, നാളെ പ്രഭാതമായി എന്നുണ്ടെങ്കിൽ കഥിതസ്യാസ്യ പ്രതിവാക്യം. ഇപ്പോൾ ദുര്യോധനൻ കുറേ പൊങ്ങച്ചം നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. വാസ്തവത്തിൽ പൊങ്ങച്ചം കാണിക്കുന്നത് ദുര്യോധനാണ്. അപ്പോൾ ദുര്യോധനൻ പൊങ്ങച്ചത്തിന് വിധേയനായി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞതിന് മുഴുവനുള്ള മറുപടി, അതിനുള്ള പ്രതികരണം ചമൂമുഖേ, സേനയുടെ മുൻപിൽ, സേനാമധ്യത്തിൽ നാളെ കാലത്ത് ഗാണ്ഡീവേനാഭിധാസ്യാമി, എൻ്റെ ഗാണ്ഡീവത്തിലൂടെ ഞാൻ മറുപടി പറയാമെന്നാണ് പറയുന്നത്. ആര്? അർജുനൻ. ക്ലീബാഹി വചനോത്തരാഹ. വാക്കുകൊണ്ട് മറുപടി പറയുന്നുണ്ടല്ലോ. ഈ വാക്കുകൊണ്ടുള്ള കസരത്ത് ഉണ്ടല്ലോ, ആ കസരത്ത് ക്ലീബന്മാർക്കുള്ളതാണ്, ഉത്തമന്മാർക്കുള്ളതല്ല. അവർ പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ളവരാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ കുറേ പൊങ്ങച്ചം പറയണ മാതിരി പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ അടുത്ത് പറഞ്ഞത് മുഴുവൻ ദുര്യോധനൻ്റെ പൊങ്ങച്ചമാണ്. നമ്മളുടെ അടുത്ത് ഭീമനെയൊക്കെയാണ്, എൻ്റെ സഹോദരനെയാണ് പറയുന്നത് പൊങ്ങച്ചക്കാരന്. പക്ഷേ സത്യം ഇവിടെ മറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് കുറേ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. നാളെ കാലത്ത് സൂര്യൻ ഉദിക്കട്ടെ, പടയങ്ങോട്ട് തുടങ്ങട്ടെ, പോരങ്ങോട്ട് തുടങ്ങട്ടെ. തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ഗാണ്ഡീവവുമായി ഈ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി പറയാം. അനുനീയച താൻ സർവാൻ യഥാമാന്യം യഥാവയഃ ധർമ്മരാജസ്തദാവാക്യം തത്പ്രാപ്യം പ്രത്യഭാഷത. ഇത് കേട്ട് യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ഓരോ സഹോദരനും ഓരോ മാതിരി സംസാരിക്കുകയാണല്ലോ. അതിലിപ്പോൾ സഹദേവൻ കുറച്ച് വന്ന ഉലൂകനെയും ഉലൂകൻ്റെ അച്ഛനെയും കൊല്ലുന്നു വരെ പറയുണ്ടായി. അർജുനൻ കുറച്ച് സമാധാനപ്പെടുത്തി പറഞ്ഞു. ബാക്കിയുള്ള രാജാക്കന്മാരെയെല്ലാം അനുനയിപ്പിച്ചതിന് ശേഷം യഥാമാന്യം യഥാവയഃ, അവരുടെ യോഗ്യത, അവരുടെ സ്ഥാനമാനങ്ങൾ, പ്രായം, പരിധി ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തൃപ്തിപ്പെടുത്തി ധർമ്മരാജസ്തദാവാക്യം തത്പ്രാപ്യം പ്രത്യഭാഷത. യുധിഷ്ഠിരനാണല്ലോ അവരുടെ എല്ലാവരുടെയും നേതാവ്, പ്രഥമൻ യുവരാജാവായിരുന്നു, ഇപ്പോഴും ഒരു നിലയ്ക്ക് യുവരാജാവാണ്. ആ യുധിഷ്ഠിരൻ ശരിക്ക് ദുര്യോധനൻ പറഞ്ഞയച്ചതിന് ഒരു ഉത്തരം അല്ലെങ്കിൽ മറുപടി, പ്രതികരണം എന്നുള്ള നിലയ്ക്ക് പറയാൻ തുടങ്ങി. യുധിഷ്ഠിരൻ്റെ മറുപടി: ആത്മാനം അവമന്വാനോ നഹി സ്യാത് പാർത്ഥിവോത്തമഃ തത്രോത്തരം പ്രവക്ഷ്യാമി തപ ശുശ്രൂഷണേ രതഃ. ആത്മാനം അവമന്വാനോ നഹി സ്യാത് പാർത്ഥിവോത്തമഃ തത്രോത്തരം പ്രവക്ഷ്യാമി തപ ശുശ്രൂഷണേ രതഃ. യുധിഷ്ഠിരൻ വളരെ പാകത്തോടുകൂടി, പക്വതയോടുകൂടി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണേ? തന്നെ അവമാനിച്ചുകൊണ്ടുള്ള പ്രസംഗമോ സന്ദേശമോ വാക്കോ ആരും തന്നെ അഭിമാനമുള്ളവർ, യോഗ്യതയുള്ളവർ ആരും അതിൽ സന്തോഷിക്കാറില്ല, സാധിക്കില്ല. പ്രത്യേകിച്ചും രാജസത്തമന്മാർക്ക്. അതുകൊണ്ട്
ദുര്യോധനൻ പറഞ്ഞയച്ച സന്ദേശം മുഴുവനും നല്ല പോലെ ശ്രദ്ധിച്ച് ഞാൻ കേട്ടു. ഉലൂകൻ പറഞ്ഞത് മുഴുവനും കേട്ട് ഗ്രഹിച്ചതിന് ശേഷം അതിനിതാ മറുപടി എന്നുള്ള നിലയ്ക്ക് പ്രതിസന്ദേശം പറയുന്നു. ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. ഉലൂകം ഭരതശ്രേഷ്ഠ സാമപൂർവമഥോർജിതം ദുര്യോധനസ്യ തദ്വാക്യം നിശമ്യ ഭരതർഷഭഃ അതിലോഹിതനേത്രാഭ്യാം ആശീവിഷ ഇവ ശ്വസൻ സ്മയമാന ഇവ ക്രോധാത് സൃക്കിണീ പരിസംലിഹൻ. എല്ലാവരും ധരിച്ചിരിക്കുന്നത് യുധിഷ്ഠിരൻ വളരെ പ്രശാന്ത ചിത്തനാണ്, ദേഷ്യപ്പെടുകയോ കയർക്കുകയോ ചെയ്യില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ ഇതിപ്പോൾ യുദ്ധത്തിൻ്റെ തലേ ദിവസമാണ്, ഒരു രാത്രിയേ ഇനി ബാക്കിയുള്ളൂ. ആ സമയത്താണ് ചൊടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ആര്? ദുര്യോധനൻ ഉലൂകൻ വഴി. അപ്പം ആ വാക്ക് കേട്ടിട്ട് യുധിഷ്ഠിരൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കുറേയൊക്കെ ഒരു സാന്ത്വനം, ഒരു ശാന്തതയുണ്ടായിരുന്നു. പക്ഷേ ആ ശാന്തതയൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായി അത്രേ. വളരെ കഠിനവും ശക്തവും ഊർജ്ജസ്വലവുമായ വാക്കിലാണത്രേ സംസാരിച്ചത്. ദുര്യോധനസ്യ തദ്വാക്യം നിശമ്യ ഭരതർഷഭ അതിലോഹിതനേത്രാഭ്യാം ആശീവിഷ ഇവ ശ്വസൻ സ്മയമാന ഇവ ക്രോധാത് സൃക്കിണീ പരിസംലിഹൻ. അതിലോഹിതനേത്രാഭ്യാം, ആദ്യം കുറേ ശാന്തതയോടുകൂടി തുടങ്ങിയാലും പെട്ടെന്ന് മനസ്സിൽ ആ സഹിക്കായും പല വിധത്തിലുള്ള വിഷമങ്ങളും ഉണ്ടല്ലോ. ആ വിഷമത്തിൽ എനിക്ക് തോന്നുന്നു യുധിഷ്ഠിരൻ്റെ മനസ്സിലുള്ള വിഷമം കൂടുതലും സങ്കടമാണ്. ഈ ഭീഷ്മരെയും ദ്രോണരെയും അടക്കമുള്ള പടയെ നേരിടണമല്ലോ, സേനാധിപന്മാരാണല്ലോ മുമ്പിൽ വരിക. അപ്പം അവരോടുകൂടി നേരിടുമ്പോൾ മനസ്സിന് സങ്കടമാണ്. ദേഷ്യമുള്ളതിനേക്കാൾ കൂടുതൽ സങ്കടമാണെങ്കിലോ ആ സങ്കടത്തിനെ ആദരിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ എല്ലാം കൂടി വലിയ ഒരു വിഷമം, പ്രതിസന്ധിയിലാണ്. അതിൽ കണ്ണങ്ങട് കലങ്ങിയത്രേ, രക്തക്കണ്ണായി യുധിഷ്ഠിരന്. അതിലോഹിതനേത്രാഭ്യാം ആശീവിഷ ഇവ ശ്വസൻ. ഒരു സർപ്പം കോപിച്ചാൽ എങ്ങനെയോ അതേമാതിരിയാണ് ശ്വസിച്ചുകൊണ്ടിരുന്നത്. സ്മയമാന ഇവ ക്രോധാത്, ദേഷ്യത്തോടു കൂടിയാണത്രേ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു കാഴ്ചയ്ക്ക്, പക്ഷെ ഉള്ളിൽ ദേഷ്യമാണ്. സൃക്കിണീ പരിസംലിഹൻ, വായയുടെ രണ്ട് കോണും നാവുകൊണ്ട് നക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അതിലോഹിതനേത്രാഭ്യാം ആശീവിഷ ഇവ ശ്വസൻ സ്മയമാന ഇവ ക്രോധാത് സൃക്കിണീ പരിസംലിഹൻ. നമ്മുടെ ഇടയിൽ പലർക്കും ഒരു അഭിപ്രായമുണ്ട്, സന്യാസിമാരടക്കം, കോപിക്കരുത് എന്ന്. എന്താ നിങ്ങൾ ഈ കോപം എന്നുള്ള വാക്കിന് അർത്ഥം പറയണത്? ഞാൻ എപ്പോഴും പറയും, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട്, ബാക്കിയുള്ളവർ ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ എത്രത്തോളം താതാത്മ്യമുണ്ടോ ആ താതാത്മ്യത്തിനനുസരിച്ച് സ്വരഭേദം വരും. നമ്മൾ രണ്ടാളും കൂടി ഒരു ടേബിളിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ എഴുതുക, ഒപ്പിടുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അവനവൻ്റെ ഉള്ളിൽ വലിയ ഒരു ഭാവി, മുഖ്യമായ കാര്യം നടക്കാൻ പോകുന്ന വിഷയത്ത് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അതിലുള്ള വൈകാരികത മുഴുവനും നമ്മുടെ വാക്കുകളിൽ പ്രകടമായാലേ നല്ലതുള്ളൂ. സാധാരണ ചില ദുഷ്ടന്മാരെ പറ്റി പറയും, എന്ത്, ഈ വാഴയുടെ പഴം ഉണ്ടല്ലോ, കായ പഴം, അതിൽ സൂചി കയറ്റുന്ന മാതിരി അവർ സംസാരിക്കുകയാണ്. അതിലെന്താ അർത്ഥമുള്ളത്? നമുക്ക് ചൊടിച്ചു പറയാനുള്ളത് ചൊടിച്ചു പറയണം, സൗമ്യമായിട്ട് പറയാനുള്ളത് സൗമ്യമായിട്ട് പറയണം. അങ്ങനെ പ്രകാരഭേദങ്ങൾ ഉണ്ടെങ്കിലേ സംസാരത്തിന് ശക്തിയുള്ളൂ. ഒരാൾ എപ്പോഴാണ് നാടകം കാണാൻ പോവുക, അതിൽ പല വിധത്തിലുള്ള വികാരങ്ങളും ഭാവങ്ങളും പ്രകടമാക്കുമ്പോഴാണ് നാടകം നന്നാവുക. അപ്പോൾ ഇവിടെ യുധിഷ്ഠിരനെ പോലെ ഒരാൾക്ക് പിറ്റേന്നാണ് യുദ്ധം തുടങ്ങാൻ പോണത്. ഇത് തനിക്ക് തീരെ ഇഷ്ടമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി പല പ്രയത്നവും ചെയ്തു. കൃഷ്ണനെ തന്നെ പറഞ്ഞയച്ചു, അതും നിഷ്ഫലമായി. അത് പോരാത്തതിന് ഉലൂകനെ പറഞ്ഞയച്ച് സർവ്വ ആൾക്കാരുടെ മനസ്സിനെയും ചൊടിപ്പിച്ചുകൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശവും കൊടുത്തയച്ചിരിക്കുന്നു. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ജീവനല്ലേ, ചുടുരക്തമാണല്ലോ. അതിലോഹിതനേത്രാഭ്യാം ആശീവിഷ ഇവ ശ്വസൻ. അപ്പം വേദവ്യാസ മഹർഷി ഇതൊക്കെ അതേമാതിരി പകർത്തുന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ പ്രകൃതി, ആ പ്രകൃതിയുടെ ഉള്ളറകൾ, അവ സ്പന്ദമാനമാവുമ്പോൾ എങ്ങനെയാണ് നാവും വാക്കും കയ്യും കാലും കണ്ണും ഒക്കെ പ്രകടമാവുക എന്നുള്ളതൊക്കെ തെളിയിപ്പിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ജനാർദ്ദനമഭിപ്രേക്ഷ്യ ഭ്രാതൃംശ്ചൈവേദമബ്രവീത് അഭ്യഭാഷത കൈതവ്യം പ്രഗൃഹ്യ വിപുലം ഭുജം. ജനാർദ്ദനമഭിപ്രേക്ഷ്യ ഭ്രാതൃംശ്ചൈവേദമബ്രവീത്. സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണനെ നോക്കിക്കൊണ്ടാണ് സംസാരിച്ചത്.
ഭ്രാതൃംശ്ചൈവ, സഹോദരന്മാരെ നോക്കിക്കൊണ്ട്. അവർക്കൊക്കെ ഒരു അഭിപ്രായമുണ്ട്. എന്ത്? ഈ യുധിഷ്ഠിരൻ അവസാനം ഒരു സമാധാനമൂർത്തിയാണ്. ആ യുധിഷ്ഠിരൻ്റെ മനസ്സ് പൂർണ്ണമായി ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ സമ്മതിക്കുകയോ എന്നുള്ള കാര്യത്തിൽ സംശയം പോലും എല്ലാവർക്കും ഉണ്ട്. എല്ലാ സമയത്തും ഈ കുഴപ്പം വരാമെന്നൊരു വിചാരമുണ്ട്. എല്ലാ സമയത്തും അതുപോലെ ഓരോ പ്രവൃത്തികൾ യുധിഷ്ഠിരൻ ചെയ്യാറുണ്ട്, തെറ്റായിട്ടുള്ളതല്ല. ജനാർദ്ദനമഭിപ്രേക്ഷ്യ ഭ്രാതൃംശ്ചൈവേദമബ്രവീത് അഭ്യഭാഷത കൈതവ്യം പ്രഗൃഹ്യ വിപുലം ഭുജം. തൻ്റെ കയ്യ് പൊന്തിച്ച് വളരെ ശക്തിമത്തായിട്ട് സംസാരിച്ചു അത്രേ. ഉലൂക ഗച്ഛ കൈതവ്യ ബ്രൂഹി താതസുയോധനം കൃതഘ്നം വൈരപുരുഷം ദുർമതിം കുലപാംസനം. ഉലൂക, ഒരു മിനിറ്റിന് ഇവിടെ താമസിക്കരുത്, എത്രയും വേഗം മടങ്ങിപ്പോവും. ഗച്ഛ കൈതവ്യ ബ്രൂഹി താതസുയോധനം. എൻ്റെ ഉണ്ണി അവിടെ ചെന്നിട്ട് പറയൂ. ആരോട്? സുയോധനോട്. കൃതഘ്നം വൈരപുരുഷം ദുർമതിം കുലപാംസനം. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ആരാണ് ഈ സുയോധനൻ? കൃതഘ്നം, ചെയ്ത കാര്യം ഓർമ്മ വയ്ക്കാതെ ഒരു കൃതജ്ഞതയുമില്ലാതെ പെരുമാറുന്നവൻ. വൈരപുരുഷം, വൈരം മാത്രമേ ഈ ദുര്യോധൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൂ. ഭക്ഷണത്തിന് രുചിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയാൽ എങ്ങനെ കഴിക്കുമോ അതേമാതിരി വൈരമാണ് ഈ ദുര്യോധൻ്റെ മനസ്സിന് എപ്പോഴും രസകരം, രുചികരം. ദുർമതിം കുലപാംസനം, ബുദ്ധി സർവത്ര തകരാറ, ദുഷ്ടബുദ്ധിയാണ്. എല്ലാം കൊണ്ടും ദാരുണമാണ് പ്രവൃത്തി. കുലപാംസനം, തൻ്റെ കുലത്തെ നശിപ്പിക്കുന്നതിന് ഒരു സംശയവും ആ മനുഷ്യനില്ല. ഇതാണ് വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത്. എത്രണ്ണുണ്ട്? 4 എണ്ണം. കൃതഘ്നം വൈരപുരുഷം ദുർമതിം കുലപാംസനം. ഇങ്ങനെ യുധിഷ്ഠിരൻ ദുര്യോധനെ സംബന്ധിച്ച് ഈ മാതിരിയുള്ള വിശേഷണങ്ങൾ ഉപയോഗിച്ചത് ശരിയായോ, അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണം നമുക്ക്. വെറുതെ ആണോ ഈ ദുര്യോധനൻ മോശക്കാരനാണ്, ദുഷ്ടനാണ്, പാപിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ? ഇത് വായ കൊണ്ട് പറയുന്ന വ്യക്തിഗതമായ ഒരു അഭിപ്രായമാണോ, വ്യക്തിഗതമായ അഭിപ്രായമാണോ, അതോ വാസ്തവത്തിൽ ദുര്യോധനൻ ദുഷ്ടൻ തന്നെയാണോ എന്ന് അറിയണത് ഒരാവശ്യമാണ്. ഞാൻ കർണനെ പറ്റി പറയുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട്, കർണൻ്റെ ജീവിതത്തിൽ പലരും വലിയ ഒരു ദയവുള്ളവനാണ്, ദയാനിധിയാണ് എന്നൊക്കെ അങ്ങനെ പറയും. പക്ഷെ കർണജീവിതത്തെ നമ്മൾ വേണ്ടതുപോലെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള കുഴപ്പങ്ങൾ. പുറപ്പെട്ടതൊക്കെ തകരാറാണ്. അത് വെളിപ്പെടുത്തുന്നതാണല്ലോ വേദവ്യാസ മഹർഷിയുടെ ഉദ്ദേശം. അതുപോലെ ഈ ദുര്യോധനൻ ജനിച്ചത് മുതൽക്കുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ചിലർക്കൊക്കെ ഇത് കഥ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ കുട്ടികൾ ഉണ്ടാവുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. എന്താ അത്? കുന്തിദേവി പ്രസവിച്ചു, അതിൽ നിന്ന് യുധിഷ്ഠിരൻ അപ്പുറത്ത് ജനിച്ചു എന്ന് കേട്ടപ്പോൾ തനിക്ക് കുട്ടി ഉണ്ടായില്ലല്ലോ എന്നുള്ള വിഷമായി. എന്താ, ആദ്യം ജനിച്ചത് യുധിഷ്ഠിരനാണല്ലോ, അതുകൊണ്ട് യുധിഷ്ഠിരനല്ലേ രാജ്യം പോവുക, തൻ്റെ പുത്രന് കിട്ടില്ലല്ലോ എന്നുള്ള വിഷമായി. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ദുര്യോധനൻ ജനിച്ച ഉടനെ സാധാരണ കുട്ടികൾ കരയും. ഈ കരഞ്ഞാലേ ശ്വാസകോശം ഇങ്ങനെ ആവുള്ളൂ. അപ്പം കരച്ചലെന്ന് പറയുന്നത് പലരുടെ അഭിപ്രായം സങ്കടം കൊണ്ട് കരയണമെന്നാണ്. സങ്കടം കൊണ്ടല്ല. ആ കരച്ചലെന്ന് പറഞ്ഞാൽ കരയുന്ന സമയത്താണ് ഈ ശ്വാസകോശം അനങ്ങി പ്രവർത്തിക്കുന്നത്. ആ കരയണത് ഒരു ആവശ്യമാണ്. കുട്ടിക്കൊരു ശബ്ദം പുറപ്പെടുവിക്കാനേ പറ്റുള്ളൂ. അത് കരയണത് മാതിരി തോന്നുന്നു എന്ന് മാത്രം. ആ ശബ്ദം വളരെ അത്യാവശ്യമാണ്. അപ്പം ആ ദുര്യോധനൻ ജനിച്ച ഉടനെ കരഞ്ഞ കരച്ചലുണ്ടല്ലോ, അത് കഴുതയെ പോലെയാണ് കരഞ്ഞതെന്ന്. ആ അപരോധനം കേട്ട് എന്തുണ്ടായി? പ്രകൃതി അടക്കം അതോടുകൂടി യോജിച്ചു, അതിന് പ്രതികരിച്ചു എന്ന്. നിങ്ങളിത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് രാമായണത്തിലും കാണാം, മഹാഭാരതത്തിലും കാണാം, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഉണ്ട്. മനുഷ്യജീവിതം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യജീവിതത്തിൽ പങ്കാളികളായി വേറെ ആരും ഇല്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ഭൂമുഖത്താണ് ജീവിക്കുന്നത്, ഭൂമിയിലാണ് നമ്മുടെ ജീവിതം. എപ്പോഴും നമ്മൾ ഭൂമി തൊട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ കെട്ടിടം അതിൽ കെട്ടിയിട്ടുള്ളതാണ്. ആ കെട്ടിടത്തിൽ ഏത് ഫ്ലോറിൽ നടന്നാലും കെട്ടിടം നിൽക്കുന്നത് ഭൂമിയിലാണ്, കാറ്റത്തല്ല നമ്മൾ നടക്കുന്നത്. കുടിക്കുന്നത് ഇവിടുത്തെ വെള്ളമാണ്. ശ്വസിക്കുന്നത് ഒരു സെക്കൻഡ് നമുക്ക് ശ്വാസമില്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അരമിനിറ്റിന് പോലും നമ്മുടെ തലച്ചോറിന് ജീവവായു കിട്ടിയില്ല എന്ന് വന്നാൽ വലിയ കുഴപ്പമാണ്. ആ മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഭൂമിയിലാണ് നമ്മുടെ സ്പർശം, വായുവാണ് ശ്വസിക്കുന്നത്, വെള്ളമാണ് കുടിക്കുന്നത്, ഭൂമിയിൽ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്.
സൂര്യകിരണങ്ങളും ചന്ദ്രകിരണങ്ങളും മറ്റുള്ള നക്ഷത്രങ്ങളുടെ കിരണങ്ങളുമെല്ലാം ഏറ്റാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂജീവികളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ജീവിയാണ് ആര്? ഈ മനുഷ്യൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകൃതി ഘടകങ്ങളെല്ലാം തന്നെ പങ്കാളികളാണ്. സാധാരണ ജീവിതം നടക്കുമ്പോൾ പ്രകൃതിക്ക് അത്രയൊന്നും പ്രതികരിക്കാനായിട്ടില്ല. എന്നാൽ എന്തെങ്കിലും ഒരു വിശേഷ സംഭവം നടന്നാൽ പ്രകൃതി അതിനെ സരസമായി സമംഗളമായി അതിനോട് പ്രതികരണം കാണിക്കും. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവാൻ പോകുമ്പോഴോ അപ്പോഴും നമുക്ക് കാണാം. ഈ കുട്ടി ഇങ്ങനെ കഴുത പോലെ കരയണത് കേട്ടിട്ട് പുറത്തുള്ള കഴുത, കുറുക്കൻ, കഴുകന്മാര്, കാക്കകൾ ഒക്കെ അപശബ്ദം പുറപ്പെടുവിച്ചു അത്രേ. കൊടുങ്കാറ്റുണ്ടായി. ഈ ദുർലക്ഷണങ്ങളൊക്കെ ഉണ്ടായത്രേ. സജാതമാത്രയേവാഥ ധൃതരാഷ്ട്രസുതോ നൃപ രാസഭാരാവസദൃശം ദുരാവചനനാദച തം ഖരാഹ പ്രത്യഭാഷന്ത ഗൃധ്ര ഗോമായു വായസാഹ. സജാതമാത്രയേവാഥ ധൃതരാഷ്ട്രസുതോ നൃപ. ആദിപർവത്തിൽ പറയാണ്, ജനിച്ച മാത്രത്തിൽ ആ ധൃതരാഷ്ട്രന്റെ പുത്രൻ ജനിച്ച ഉടനെ രാസഭാരാവസദൃശം രുരാവച നനാദജ. ആദ്യം കുട്ടി തന്നെ കഴുത പോലെ കരഞ്ഞു എന്നാ പറയണേ. അതിനുശേഷോ തം ഖരാഹ, കഴുതകൾ, പ്രത്യഭാഷന്ത, അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവരും അതേമാതിരി ശബ്ദം പുറപ്പെടുവിച്ചു അത്രേ. അതിലെന്തൊക്കെ പെടും? കഴുകനും പെടും, കുറുക്കനും പെടും, കാക്കയും പെടും. ഇനി എന്ത് വേണം നിങ്ങൾക്ക്? വാതാശ്ച പ്രഭവുശ്ചാപി ദിഗ്ദാഹശ്ചാഭവത്തദാ തതസ്തു ഭീതവദ്രാജ ധൃതരാഷ്ട്രോ അബ്രവീദിതം. കൊടുങ്കാറ്റ് പോലും ഉണ്ടായി, കാറ്റും ഇളകി മറിഞ്ഞു, 4 ഭാഗത്തും ജ്വലിക്കണു തീ. കൃഷ്ണൻ ജനിച്ചപ്പോഴോ പല വിധത്തിലുള്ള സദ്ലക്ഷണങ്ങളാണ് ഉണ്ടായത്. ഇവിടെ മറിച്ച. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് തതസ്തു ഭീതവത് രാജ ധൃതരാഷ്ട്രോ അബ്രവീദിതം. നിങ്ങൾ കേൾക്കണുണ്ടോ കൂട്ടരെ? നല്ലോണം മനസ്സിലാക്കൂ. അപ്പൊ പേടിയായി അത്രേ. ആർക്ക്? ധൃതരാഷ്ട്രന്. ഇതേപോലെ പേടിയായി എപ്പോഴോ ദ്രൗപദിയുടെ തലമുടി പിടിച്ചു വലിച്ചു, വിടുന്നില്ല. അവിടെ പലതും നടന്നു, സദസ്സിൽ ഒരു തീരുമാനം ഉണ്ടാവണില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ദുർലക്ഷണങ്ങളാണ് പുറപ്പെട്ടത്. കഴുകൻ വന്ന് പറക്കലും ബാക്കിയുള്ള വിഷമങ്ങളും ഒക്കെ. അപ്പൊ പേടിച്ചിട്ടാണ് വിളിച്ചത്. മരുമകളെ വരാൻ പറയൂ എന്ന് പറഞ്ഞ് വിളിച്ച് 2 വരം കൊടുത്തിട്ടൊക്കെയാണ് അത് അവസാനിപ്പിച്ചത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടപ്പോൾ പേടിച്ചു. പേടിച്ചിട്ടോ സമാനീയ ബഹൂൻ വിപ്രാൻ ഭീഷ്മം വിദുരമേവച അന്യാംശ സുഹൃദോ രാജൻ കുരൂൻ സർവാംസ്തഥൈവച. സമാനീയ ബഹൂൻ വിപ്രാൻ, അനവധി ബ്രാഹ്മണരെ വിളിച്ചു കൂട്ടിയത്രേ. ഭീഷ്മം വിദുരമേവച, പിതാമഹൻ ഭീഷ്മനെ വിളിച്ചു. വിദുരമേവച, വിദുരൻ ഏറ്റവും നീതിജ്ഞനാണ്, ആ വിദുരനെയും വിളിച്ചു. അന്യാംശ സുഹൃദോ രാജൻ, ബാക്കി സുഹൃത്തുക്കളായിട്ട് ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാവരെയും വിളിച്ച് സർവാംസ്തഥൈവച. യുധിഷ്ഠിരോ രാജപുത്രോ ജ്യേഷ്ഠോ നഃ കുലവർദ്ധനഃ പ്രാപ്തഃ സ്വഗുണതോ രാജ്യം ന തസ്മിൻ വാച്യം അസ്തി നഃ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? യുധിഷ്ഠിരോ രാജപുത്രോ ജ്യേഷ്ഠോ നഃ കുലവർദ്ധനഃ. ആദ്യം ജനിച്ചത് യുധിഷ്ഠിരനാ, രാജപുത്രനാണ്. ജ്യേഷ്ഠോ നഃ കുലവർദ്ധനഃ, ജ്യേഷ്ഠനാണ്, കുലത്തിന് വർധനയുണ്ടാക്കി തീർക്കുന്നവനാ. പ്രാപ്തഃ സ്വഗുണതോ രാജ്യം, അവനവന്റെ ഗുണത്തോടുകൂടി ഈ രാജ്യം കയ്യിൽ കിട്ടിയാൽ ന തസ്മിൻ വാച്യമസ്തിനഃ, നല്ല പോലെ ഭരിക്കും, നല്ലവനാണ്. അതിൽ ഒരു കാര്യവും നമുക്ക് പറയാനില്ല എതിര്. അത്ര നല്ല ജന്മമാണ് യുധിഷ്ഠിരൻ്റെന്ന്. എത്ര ഭംഗിയായിട്ട് പറയണു. ആര്? ധൃതരാഷ്ട്രൻ. യുധിഷ്ഠിരോ രാജപുത്രോ ജ്യേഷ്ഠോ നഃ കുലവർദ്ധനഃ പ്രാപ്ത സ്വഗുണതോ രാജ്യം ന തസ്മിൻ വാച്യമസ്തിനഃ. അങ്ങനെ യുധിഷ്ഠിര ജന്മത്തെപ്പറ്റി, ആ കുട്ടിയെപ്പറ്റി എനിക്ക് ഒരു വാക്ക് പറയാനില്ല. അവന് രാജ്യം കിട്ടും, നല്ല പോലെ ഭരിക്കും, എല്ലാവരും നന്നായിരിക്കും. അയം തു അനന്തരസ്തസ്മാത് അഭിരാജാ ഭവിഷ്യതി ഏതദ് വിബ്രൂതമേ തഥ്യം യദത്ര ഭവിതാ ധ്രുവം. യുധിഷ്ഠിരന് ശേഷം എൻ്റെ ഈ മകനുണ്ടല്ലോ, ഇവൻ രാജാവാവുമോ ഭരിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അയം തു അനന്തരസ്തസ്മാത് അഭിരാജാ ഭവിഷ്യതി ഏതദ് വിബ്രൂതമേ തഥ്യം യദത്ര ഭവിതാ ധ്രുവം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മകൻ രാജാവാവണം എന്നുള്ളൊരു വിചാരം ഉണ്ടാവും. ആ വിചാരം വെച്ചുകൊണ്ട്, ആ പിതൃവാത്സല്യം, പിതൃവാഞ്ച, അത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, യുധിഷ്ഠിരൻ രാജാവാവട്ടെ, രാജ്യം ഭരിക്കട്ടെ.
അതിനുശേഷം കുറച്ചു കാലെങ്കിലും എൻ്റെ മകൻ രാജ്യം ഭരിക്കുമോ? ഈ സത്യം എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ കൊള്ളാം, ഉള്ളു തുറന്ന് പറയൂന്ന്. വാക്യസ്യൈതസ്യ നിധനേ ദിക്ഷു സർവാസു ഭാരത ക്രവ്യാദാഹ പ്രാണദൻ ഘോരാഹ ശിവശംസിനഃ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ് ഞാൻ ചർച്ച ചെയ്യണത് കേട്ടോ. ഞാനല്ല, മഹാഭാരതം നമ്മുടെ മുൻപിൽ പറയുകയാണ്. വാക്യസ്യൈതസ്യ നിധനേ. ഈ വാക്ക് ധൃതരാഷ്ട്രൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ദിക്ഷു സർവാസു ഭാരത, സർവദിക്കുകളിലും ക്രവ്യാദാഹ പ്രാണദൻ ഘോരാഹ, ഈ മറ്റ് ജീവികളെ കൊന്നു തിന്നുന്നവയുണ്ടല്ലോ, അതുമാതിരി പെൺകുറുക്കന്മാർ, ഇവരെല്ലാവരും കൂടി കൂട്ടത്തോടുകൂടി അശുഭമായ ശബ്ദം പുറപ്പെടുവിച്ചു. ധൃതരാഷ്ട്രൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഇവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്ത്? ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന. നാം ഈ ഭഗവാൻ, ഈശ്വരൻ, പരബ്രഹ്മം, പരമാത്മാ എന്ന് പറയുന്നുണ്ടല്ലോ, ആ പരമപ്രഭാവം അവ്യക്തമായ രൂപത്തിൽ ലോകത്തിലുള്ള ചരാചരങ്ങളിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്നു, ഇടതൂർന്ന് എന്നാ പറയണേ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു. ആ വ്യാപിച്ചിരിക്കുന്ന ആ സത്യമൊന്നുണ്ടല്ലോ, ഒരു പ്രകാശം, ആ പ്രകാശത്തിന് വിധേയമാണ് ഇവിടുത്തെ ചരാചരങ്ങൾ മുഴുവൻ സ്പന്ദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ധൃതരാഷ്ട്രൻ ഈ ചോദ്യം ചോദിച്ച ആ ഉടനെ തന്നെ വാക്യസ്യൈതസ്യ നിധനേ അതങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ദിക്ഷു സർവാസു ഭാരത, എല്ലാ ദിക്കുകളിലും എന്തുണ്ടായി? ക്രൂരജന്തുക്കളുണ്ടല്ലോ, മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആരും സ്വജീവൻ നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടില്ല. ഒരു പൂച്ച എലിയെ പിടിക്കുമ്പോൾ എലിക്ക് സന്തോഷമാണ്, സമാധാനമാണ്, ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെ മറ്റൊന്നിനെ കൊന്നു തിന്നുന്ന ആ മാംസബുക്കുകളുണ്ടല്ലോ, അതുമാതിരി കുറുക്കന്മാരിൽ പെൺകുറുക്കന്മാർ, ഇവരെല്ലാവരും കൂടി കൂട്ടത്തോടെ അങ്ങോട്ട് നിലവിളിച്ചു എന്നാ പറയണേ. ഈ നിമിത്തങ്ങളൊക്കെ കണ്ട് ലക്ഷയിത്വാ നിമിത്താനി. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, ഇങ്ങനെ ഒന്ന് സംഭവിക്കുമോ? ഒന്ന് സംഭവിക്കും. മനുഷ്യർ നിർമ്മിച്ച കാര്യങ്ങൾ, നമുക്ക് ഓട്ടോമാറ്റിക് അലാമൊക്കെ നമ്മൾ വയ്ക്കാറില്ലേ? ബർഗ്ലറി അലാം എന്ന് പറഞ്ഞ് ചിലത് സ്ഥാപിക്കുന്നുണ്ടല്ലോ. ഒരു കള്ളൻ വരുമ്പോഴേക്കും പീന്ന് പറയാത്. അത് നമ്മൾ സ്ഥാപിച്ച ബർഗ്ലറി അലാം അങ്ങനെ പെരുമാറുമ്പോൾ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബുദ്ധിയെപ്പോലും കരുപ്പിടിപ്പിച്ച ഈശ്വര ചൈതന്യത്തിന് ഈ ലോകത്തിൽ ചെയ്യാൻ എന്താ അത്ര വലിയ വിഷമം? അപ്പൊ ആ സമയത്ത് ആ ചോദ്യത്തിന് മറുപടി നമ്മളാരും പറയേണ്ടി വന്നില്ല, പ്രകൃതി തന്നെ പറയണു. നിർണായകമായ ചില ജന്മങ്ങളും സംഭവങ്ങളും നടക്കുമ്പോൾ പ്രകൃതി ഇങ്ങനെ അതിൽ അലിഞ്ഞു ചേർന്ന് നമുക്ക് വേണ്ട മുൻകൂർ നോട്ടീസും ഗീട്ടീസും ഒക്കെ തന്നുകൊണ്ടിരിക്കും. ലക്ഷയിത്വാ നിമിത്താനി താനി ഘോരാണി സർവശഃ തേ അബ്രുവൻ ബ്രാഹ്മണ രാജൻ വിദുരശ്ച മഹാമതിഃ. ലക്ഷയിത്വാ നിമിത്താനി താനി ഘോരാണി സർവശഃ. ഈ ലക്ഷണങ്ങളൊക്കെ അതിഘോരങ്ങളാണ്, അതിഘോരമാണ്. ആ ഘോരമായ ലക്ഷണങ്ങളെ കണ്ട് തേ അബ്രുവൻ ബ്രാഹ്മണ, ആ ബ്രാഹ്മണരെല്ലാവരും കൂടി ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞുവത്രേ, രാജൻ വിദുരശ്ച മഹാമതിഃ. വിദുരൻ ഏറ്റവും നീതിജ്ഞനാണ്. വിദുരനീതി എന്ന് വളരെ പ്രസിദ്ധമാണ്. ആ വിദുരനും കൂട്ടത്തിൽ കൂടി എല്ലാവരും കൂടി പറഞ്ഞുവത്രേ, യഥേമാനി നിമിത്താനി ഘോരാണി മനുജാധിപ ഉത്ഥിതാനി സുതേജാതേ ജ്യേഷ്ഠേതേ പുരുഷർഷഭ വ്യക്തം കുലാന്തകരണോ ഭവിതായേഷ സുതസ്തവ തസ്യ ശാന്തിഃ പരിത്യാഗേ ഗുപ്താവപനയോ മഹാൻ. യഥേമാനി നിമിത്താനി ഘോരാണി മനുജാധിപ ഉത്ഥിതാനി സുതേജാതേ ജ്യേഷ്ഠേതേ പുരുഷർഷഭ. അങ്ങയുടെ പുത്രൻ ജനിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഈ നിമിത്തങ്ങളുണ്ടല്ലോ, സൂചനകൾ, ശകുനങ്ങൾ എന്ന് പറയട്ടെ, ഈ ദുശ്ശകുനങ്ങൾ മുഴുവൻ ഉത്ഥിതാനി സുതേജാതേ, അങ്ങയുടെ മകൻ ജനിച്ചതാണ്, ഭൂസ്പർശം നടത്തിയതാണ് ഇതിന് മുഴുവൻ കാരണം. വ്യക്തം കുലാന്തകരണോ ഭവിതാ ഏഷ സുതസ്തവ. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വെട്ടി തുറന്ന് പറയാനുള്ളത് എന്താ? ഈ കുട്ടി വളരാനും കൂടെ ഇരിക്കാനും അനുവദിച്ചാൽ കുലാന്തകരണ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ?
നമുക്ക് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റും, ഗർഭാധാനവും നിങ്ങൾക്ക് പറ്റും, ഉണ്ടാവുന്ന കുട്ടി ഇന്ന തരത്തിലാവണം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ ചില കുട്ടികൾ അങ്ങനെ ജനിക്കും, ജനിച്ചില്ലേ? ഇപ്പോ അങ്ങനെ ജനിച്ചാൽ നിവൃത്തിയൊന്നുമില്ല, വേണ്ട നടപടി എടുക്കുക തന്നെ വേണം. എന്തുകൊണ്ട് ജനിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഈ വക ആലോചനയൊന്നുമില്ല. വേണ്ട നടപടി അപ്പം എടുക്കുക. ഈ കുട്ടി അധികം താമസിയാതെ വളരും തോറും നിങ്ങളുടെ കുലത്തിന് നാശമാണ് വരിക. തസ്യ ശാന്തി പരിത്യാഗേ ഗുപ്താവപനയോ മഹാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് തസ്യ ശാന്തി പരിത്യാഗേ, തസ്യ പരിത്യാഗേ ശാന്തി എന്ന്. ഈ മകനെ അങ്ങ് ഉപേക്ഷിക്കുമെങ്കിൽ ശാന്തിയുണ്ട്, നമ്മുടെ കുലം രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ ഗുപ്തവു അപനയോ മഹാൻ. ആ കുട്ടി ഇവിടെ ജീവിച്ച് നിങ്ങളുടെ കൂടെ രക്ഷിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണെങ്കിലോ വലിയ ആപത്താണ് വരാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുക അവർ. ഇത് ആരാ പറയുന്നത്? പുറമേയുള്ളവര്, ബ്രാഹ്മണര്, എല്ലാവരും ആദരിക്കുന്നവർ പറയുകയാണ്. ഈ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ മകൻ ഒരു മിനിറ്റ് ഈ കുലത്തിൽ ജീവിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ചില ജന്മവും ഈ ലോകത്തിൽ ഉണ്ടാവാം. എനിക്ക് അപൂർവം ചില സന്ദർഭത്തിൽ നമ്മുടെ ഭക്തന്മാരെ അടുത്ത് വന്ന് പലതും പറയുമല്ലോ. അത് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയേണ്ടി വന്നു ഒരമ്മയോട്. അതേ കേൾക്കൂ, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഇതാണ്. നിങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഈ മകൻ നന്നായി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഒരു പക്ഷേ അവൻ നന്നാവണത് അമ്മയുടെ കാലം കഴിഞ്ഞിട്ടാണ്. അമ്മയ്ക്ക് ഈ കുട്ടി നന്നായി കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നണതെന്ന് പറഞ്ഞു. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. സംഭവം എന്താ, അതേപോലെ വന്നു. അമ്മ മരിച്ചു. മരിച്ചതിന് ശേഷം ആ കുട്ടി എന്തൊക്കെ വിഷമമുണ്ടായിരുന്നു ആ ഒരു വിഷമമൊന്നുമില്ലാതെ നല്ല പോലെ ഇരിക്കുന്നു. ധാരാളം സ്വത്തുമുണ്ട് കയ്യിൽ. ഇതുവരെ ഒന്നും തകരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ചില സന്ദർഭത്തിൽ നമുക്കങ്ങനെ വരിക. നിങ്ങളതിനെ എന്താന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകം നല്ലതും ചീത്തയും കൂടി ചേർന്നതാണ്. ഇതിൽ പാപവുമുണ്ട്, പുണ്യവുമുണ്ട്, ശുഭവുമുണ്ട്, അശുഭമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, അകമുണ്ട്, പുറമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്. അങ്ങനെ രണ്ടും കൂടി ചേർന്നതാണ്. ഒറ്റക്കയ്യന്മാരല്ലല്ലോ നമ്മൾ, രണ്ട് കയ്യന്മാരല്ലേ. അങ്ങനെ ഇരട്ടകളായിട്ടാണ് ഇവിടെ. ഇതിനാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തം കുലാന്തകരണോ ഭവിതായേഷ സുതസ്തവ തസ്യ ശാന്തി പരിത്യാഗേ ഗുപ്താവപനയോ മഹാൻ ശതമേകോനം അപ്യസ്തു പുത്രാണാം തേ മഹീപദേ ത്യജൈനമേകം ശാന്തിം ചേത് കുലസ്യേച്ഛസി ഭാരത. ശതമേകോനമപ്യസ്തു പുത്രാണാം തേ മഹീപദേ. അങ്ങക്ക് എല്ലാം കൂടി 100 കുട്ടികളാണ്, 100 പുത്രന്മാരാണ് ഉണ്ടാവാൻ പോണത്. അതിലൊന്ന് പൊക്കോട്ടെ, 100-ന് 1 കുറവ് മതിയെന്ന് അവർ പറയാ. ശതമേകോനമപ്യസ്തു പുത്രാണാം തേ മഹീപദേ. അങ്ങ് വലിയ ഒരു രാജാവാണ്, വളരെയധികം വിശാലമായ രാജ്യം അങ്ങയുടെ കീഴിലുണ്ട്. അങ്ങനെ മഹീപതിയായിരിക്കുന്ന അങ്ങയ്ക്ക് 99 മതി, 100 വേണ്ടാന്ന്. ത്യജൈനമേകം ശാന്തിം ചേത് കുലസ്യേച്ഛതി ഭാരത. ഈ കുട്ടി അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കും. അങ്ങയുടെ ആവശ്യം ഈ കുലം നല്ലപോലെ കഴിയണം, ഒരു കുഴപ്പവും വരരുത് എന്നാണ് ഉദ്ദേശമെങ്കിൽ ഈ കുട്ടിയെ വിവേകത്തോടുകൂടി ഈ ദുർലക്ഷണങ്ങൾ ഉണ്ടായത് കണ്ട് മനസ്സിലാക്കി ഞങ്ങളെപ്പോലുള്ളവർ അതിന് വിവരണവും വ്യാഖ്യാനവും നൽകിയത് കേട്ട് ഈ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. 100 കുട്ടികളുണ്ടല്ലോ പുത്രന്മാരെ, എനിക്ക് 1 കുറവ് മതി, 99 നല്ലോണം ഇരിക്കട്ടെ. ഈ കുട്ടി കൂടെ നിന്നാൽ ബാക്കി സർവ്വതും തകരാറാവാനാ പോണത്. ഈ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച് കുലത്തിനെ മുഴുവൻ രക്ഷിച്ച് സമാധാനത്തോടു കൂടി കഴിയണം. അതല്ലെങ്കിൽ കുലമാകെ നശിപ്പിക്കാൻ പോണു എന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് വേണ്ടത്. ഏകേന കുരുവൈ ക്ഷേമം കുലസ്യ ജഗതസ്തഥാ ത്യജദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേത്. ഏകേന കുരുവൈ ക്ഷേമം കുലസ്യ ജഗതസ്തഥാ ത്യജേത് ഏകം കുലസ്യാർത്ഥേ. നിങ്ങളുടെ കുലത്തിനും അങ്ങയുടെ കുലത്തിനും അതുമായൊരു ജഗത്തിനും ക്ഷേമം വേണമെങ്കിൽ ഈ ഒരാളെ ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ആലോചിക്കരുത്. നോക്കൂ, നടക്കണത് എന്താ? ധൃതരാഷ്ട്രനും ബ്രാഹ്മണരും തമ്മിലുള്ള ഒരു സംവാദമാണ്. വിഷയമോ ദുര്യോധനൻ ജനിച്ച് ദുർലക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ള രംഗം. ആ രംഗം വിവരിച്ചുകൊണ്ട് പറയുകയാണ്,
ആരോടാ പറയുന്നത്? വായിക്കുന്നവരോട്, കേൾക്കുന്നവരോട്. ആ വായിക്കുന്നവരും കേൾക്കുന്നവരും ആരാ? വിശാലമായി എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ജനസമാജം, മനുഷ്യ സമാജം. അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജീവിതത്തിലെല്ലാം നന്നായിക്കൊള്ളണം എന്നില്ല. പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഏറ്റവും കഠിനമായി ദാരുണമായ സംഭവങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകാം. എന്തു തന്നെ വന്നാലും അത് കണ്ടിട്ടും കേട്ടിട്ടും മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. വിശാലമായി ചിന്തിക്കൂ. ഏത് പ്രകൃതിയാണോ ഈ ദുർഗണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ആ പ്രകൃതിയുടെ ഉള്ളിൽ അതിൽ നിന്നൊരു സംരക്ഷണവും നമുക്ക് മിനഞ്ഞെടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്കുള്ള വിഷമം അഹങ്കാരവും മമതയാണ്. എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി. താൻ ആരുടെ കുട്ടിയാ? ആദ്യത്തെ കുട്ടി ആരുടെ കുട്ടിയാ? പ്രകൃതിയുടെ സന്താനങ്ങളാണ് നാം എല്ലാവരും. ആ പ്രകൃതിയുടെ സംവിധാനത്തിൽ ദുഷ്ടതയുണ്ടാവും, ശിഷ്ടതയുണ്ടാവും. നമ്മൾക്കത് കണ്ട് ഒരു ഉപേക്ഷാ ബുദ്ധിയോടുകൂടി ഇരിക്കേണ്ടതാണ് നമുക്ക് ആവശ്യം. അപ്പം ഇങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരുമോ? വന്നാൽ എന്തു വേണം എന്ന് ചോദിച്ചാൽ അതിന് ഭാരതത്തിൻ്റെ മൂല്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് എപ്പോഴും ആവശ്യം സമാജത്തിൻ്റെ നന്മയാണ്, ജനങ്ങളുടെ കൂട്ടായ നന്മയാണ്. ആ കൂട്ടായ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം നമ്മൾ സഹിക്കണമോ, ബാഹ്യമോ ആന്തരമോ ആയി അതെല്ലാം ചെയ്യണം. ആ ഒരൊറ്റ ആളെ വിട്ടിട്ട് ഏകേന കുരുവൈ ക്ഷേമം കുലസ്യ ജഗതസ്ഥത. തൻ്റെ ഹസ്തിനപുര വംശമുണ്ടല്ലോ, രാജവംശം. അതുമാതിരി ജഗത്ത് മുഴുവനും. ഇവിടെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ 18 അക്ഷൗഹിണി സേനയാണ്. ജംബൂദ്വീപത്തിൽ നിന്നുള്ളവരെല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം നടന്നാൽ വരാൻ പോകുന്നത് എന്താ? ജംബൂദ്വീപം ഒട്ടാകെ നശിക്കാനാ പോണത്. കോടിക്കണക്കിന് ജനങ്ങളാണ് അവിടെ പോവുക. അത് കൂടാതെ കഴിക്കണമെങ്കിൽ എന്ത് വേണം? ത്യജേദേകം കുലസ്യാർത്ഥേ. ആ ദുഷ്ടബുദ്ധിയോടുകൂടി നാശകാരിയായി ജനിച്ചിട്ടുള്ള ആ കുട്ടിയെ ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കാൻ വ്യവസ്ഥയുണ്ടോ, ധർമ്മം ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുലസ്യാർത്ഥേ ഏകം ത്യജേത്. ഒരു കുലം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കുലം. അതിന് പൂർവികന്മാരുണ്ടാവും, വരാൻ പോകുന്ന അനന്തരവന്മാരും ഉണ്ടാവും. അങ്ങനെ സുദീർഘമായ തലമുറകളുടെ ഒരു വലിയ ശൃംഖലയാണ്. അതിൽ ഒരു വ്യക്തിയെ ആ കുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപേക്ഷിക്കണം. ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത്. ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തിനെ ബലി കഴിക്കണമെങ്കിൽ ബലി കഴിക്കണം. ഗ്രാമം ജനപദസ്യാർത്ഥേ. ഒരു ഗ്രാമത്തെ, അതിലും വലിയ ഒരു ഭൂപ്രദേശത്തിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരാം. അത് അവസാനം നമ്മുടെ ആത്മാവിന് വേണ്ടി ആത്മാർത്ഥേ പൃഥിവീം ത്യജേത്. പൃഥിവി വേണം, മുഴുവനും വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. സതഥാ വിദുരേണോക്തസ്തൈശ്ച സർവൈർദ്വിജോത്തമൈഃ ന ചകാര തഥാ രാജ പുത്രസ്നേഹസമന്വിതഃ തതഃ പുത്രശതം പൂർണ്ണം ധൃതരാഷ്ട്രസ്യ പാർത്ഥിവ. സ തഥാ വിദുരേണ ഉക്തഃ തൈശ്ച സർവൈഃ ദ്വിജോത്തമൈഃ. ഇത് ഒരാൾ പറഞ്ഞതല്ല. അവിടെ വന്നിട്ടുള്ള ബ്രാഹ്മണോത്തമന്മാരെല്ലാവരും തനിക്ക് വേണ്ടപ്പെട്ട വിദുരനും എല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടും ന ചകാര തഥാ രാജ. ആ അന്ധരാജാവുണ്ടല്ലോ, കണ്ണ് കാണാത്തത് പോട്ടെ, മനസ്സും ബുദ്ധിയും കാണാതെ ഇരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതിന് അന്ധത്വമില്ലല്ലോ. ന ചകാര തഥാ രാജ പുത്രസ്നേഹസമന്വിതഃ. ആ പുത്രനോട് ഇത്രയും ദുഷ്ടനാണെന്ന് മനസ്സിലാക്കി ആ പുത്രനോട് സ്നേഹം തോന്നി. നിങ്ങൾ എന്നോടൊരു കാര്യം പറയണം. ഇങ്ങനെയുള്ള ഒരു പുത്രനോടുള്ള സ്നേഹം പുത്രസ്നേഹമോ അതോ ദുഷ്ടതയോടുള്ള സ്നേഹമോ? ഇപ്പം പറയണ എന്നോട് മറുപടി. തനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, പരമദുഷ്ടനാ. അവനുണ്ടെങ്കിൽ കുലവും നാടും നാശം ഒക്കെ നശിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിയോടുള്ള സ്നേഹം പുത്രസ്നേഹമോ അതോ ദുഷ്ടതയോടുള്ള സ്നേഹമോ എന്ന് നിങ്ങൾ പറയണം. പുത്രസ്നേഹ സമന്വിത. ആ അതികഠിനമായിട്ടുള്ള പുത്രസ്നേഹം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അവർ പറഞ്ഞ മാതിരി അനുസരിക്കാൻ പറ്റിയില്ലാത്രേ. തതഃ പുത്രശതം പൂർണ്ണം ധൃതരാഷ്ട്രസ്യ പാർത്ഥിവ. അങ്ങനെ ധൃതരാഷ്ട്രൻ്റെ കുട്ടികളെ പുത്രന്മാർ 100 തികഞ്ഞങ്ങോട്ടിരുന്നു. അപ്പം അത് 100 വേണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ അഭിപ്രായം. 99 ഈ ഒന്നടക്കം നശിക്കാൻ അത് കാരണമായി. ഈ ലക്ഷണങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, നമ്മുടെ ജ്യോതിഷശാസ്ത്രം ഒരു ശാസ്ത്ര. എന്താ ഈ ജ്യോതിഷം എന്ന് പറയുന്നത്? മുണ്ടകോപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്തൊക്കെയാണെന്ന്. 4 വേദം 6 ശാസ്ത്ര. പഴയ കാലത്ത് ഇതേ ഉള്ളൂ. ഇന്നത്തെ മാതിരി
ബയോളജി, സുവോളജി, ഹിസ്റ്ററി, ജോഗ്രഫി ഇങ്ങനെ പറയണതൊന്നുമില്ല. വേദങ്ങൾ 4, 6 ശാസ്ത്രം. ആ 6 എന്തൊക്കെയാ? ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് നക്ഷത്രശാസ്ത്രമാണ്. നമ്മുടെ ഭൂമിയെ ചുറ്റി എല്ലാം കൂടിയിട്ട് 8-9 ഗ്രഹങ്ങളുണ്ട്. ഭൂമി ഇങ്ങനെ ചുറ്റിത്തിരിയുക, അച്ചുതണ്ടിലും സൂര്യന് ചുറ്റും. ഭൂമിയെ ചുറ്റിത്തിരിയണു ചന്ദ്രൻ. അങ്ങനെ എല്ലാം തന്നെ ചുറ്റിത്തിരിഞ്ഞ് പോകുന്നതാണ്. അങ്ങനെ ആവർത്തക രൂപത്തിലുള്ള നമ്മുടെ ജീവിതമുണ്ടല്ലോ, ഷഷ്ടി സംവത്സരാണാം മധ്യേ എന്ന് പറയും. 60 വർഷങ്ങളാണ് നമുക്ക്. ഓരോന്നിനും പേരുണ്ട്. നമ്മുടെ ആഴ്ചകളിൽ 7 ആഴ്ചകളാണ്, 7 ദിവസങ്ങളാണ്. അത് 7ഉം ഓരോ ഗ്രഹത്തിൻ്റെ പേരാ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴൻ, വെള്ളി, ശനി, ഇതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക്. പിന്നെ നക്ഷത്രങ്ങളാണ് 27 നക്ഷത്രം. അപ്പം നമ്മുടെ ജീവിതം ഇതോടുകൂടി വളരെ ബന്ധപ്പെട്ടതാണ്. അത് വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാവരും തന്നെ ഈ 9 ഗ്രഹങ്ങളുടെ സ്വാധീന വലയത്തിൻ്റെ ഉള്ളിൽ ജനിക്കുന്നതാണെന്ന് പറഞ്ഞ് നമ്മുടെ ജ്യോതിഷശാസ്ത്രം ഒരു ശാസ്ത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതിലിപ്പോൾ എന്താ തെറ്റ്? അത് അതിൻ്റെ പാട്ടിൽ അവിടെ ഇരുന്നോട്ടെ. അത് ആവശ്യപ്പെടുന്നവർക്ക് പോകാം, സമാധാനം കിട്ടുന്നവർക്ക് അത് സ്വീകരിക്കാം. എന്നാൽ അത് മാത്രമല്ല ശാസ്ത്രം. വേദവും ശാസ്ത്രമാണ്, ഭഗവത്ഗീതയും ശാസ്ത്രമാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് വേറെ ഒരു ശാസ്ത്ര. ആ ഭക്തിശാസ്ത്രത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഒരു ഗ്രഹത്തിനും നമ്മൾ ഒരു സ്വാധീനവുമില്ല. നേരെ മറിച്ച് മനഃപരം കാരണമാമനന്തി എന്ന് വ്യക്തമായിട്ട് ഭിക്ഷുഗീതയിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. മനസ്സാണ് ഈ ലോകത്തിനെ മുഴുവൻ തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളെ ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് മനസ്സിൽ അഭയം പ്രാപിക്കാം. ആ മനസ്സ് ശുദ്ധമായി ഭക്തിപൂർണമായി എന്നുണ്ടെങ്കിൽ യോഗക്ഷേമം മഹാമ്യഹം, ഈശ്വരനെല്ലാം നോക്കിക്കോളും. പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് പറ്റണില്ലല്ലോ. ആപത്ത് വന്നാൽ ഉടനെ പോയില്ലോ ജ്യോത്സ്യൻ്റെ അടുക്കിലേക്ക്. അങ്ങനെ ഒരു പ്രവണത ഉള്ളിടത്തോളം കാലം ജ്യോത്സ്യന്മാർക്ക് നിങ്ങൾക്ക് സമാധാനം പറഞ്ഞു തരേണ്ടി വരും. അപ്പോൾ ഇത് ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? നമ്മുടെ ജ്യോതിഷ ശാസ്ത്രപ്രകാരം അവർ വളരെ മുൻകൂട്ടി പ്രവചിക്കാറുണ്ട്. എന്ത്? ഗ്രഹണങ്ങൾ. അത് പൂർണ്ണ ഗ്രഹണം സൂര്യഗ്രഹണമാണെങ്കിൽ പട്ടാപ്പകലെയാണ് സൂര്യഗ്രഹണം ഉണ്ടാവുക. അത് ഉണ്ടാവുന്ന സമയത്ത് സൂര്യനെ മുഴുവൻ മൂടി ഇരുട്ട് വരെ വന്ന് പക്ഷികൾ വരെ പറന്നു പോകുന്ന, രാത്രിയായി എന്ന് പറഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി തന്നെ പ്രവചിക്കുമ്പോൾ അവർക്ക് അവരുടെ കണക്ക് ശാസ്ത്രം, ജ്യോത്സ്യന്മാരെ എങ്ങനെയാണ് കണക്കാക്കുക? നമ്മുടെ മാതിരിയുള്ള കണക്കല്ല. അവർക്ക് കവടി നിരത്തി വെച്ച് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ടപ്പ് ടപ്പ് എന്ന് വലിയ വലിയ സംഖ്യകളൊക്കെ കണക്കാക്കി പറയും. നമ്മുടെ മഹാഭാരതത്തിൽ തന്നെ പറയുകയാണ്, അമാവാസിക്കാണ് യുദ്ധം തുടങ്ങേണ്ടത് എന്ന് കൃഷ്ണൻ പറയുന്നു. 7-ാം ദിവസവും മറ്റും അമാവാസിയായി, ആ സമയത്ത് തുടങ്ങണമെന്ന്. മാർഗശീർഷത്തിലെ അമാവാസി ദിവസം ഇത്ര ദിവസം രാത്രി കടന്നു. അങ്ങനെ ഓരോരോ നക്ഷത്രത്തെ പറ്റിയും തിഥികളെ പറ്റിയുമുള്ള പരാമർശമുണ്ട്. ഇപ്പം കൃഷ്ണൻ ജനിച്ചത് എന്താ? അഷ്ടമിയും രോഹിണിയും കൂടിച്ചേരുന്ന സമയത്താണ്. അഷ്ടമി തിഥി സൂചകമാണ്, രോഹിണി നക്ഷത്ര സൂചകമാണ്. ഇതെല്ലാം കൂടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇതിന് തീരെ അർത്ഥമില്ല എന്ന് പറയരുത്. നമ്മുടെ കുംഭമേളകളുണ്ടല്ലോ, ആ കുംഭമേളങ്ങൾ ഗ്രഹങ്ങൾ പ്രത്യേക സ്ഥാനങ്ങളിൽ വരുമ്പോൾ ആവർത്തിച്ച് വരുമ്പോൾ വരുന്നതാണ്. അതുമാതിരി ഭൂമിയിൽ ജനിക്കുന്ന ജനങ്ങൾക്കും ഒരാവർത്തന രൂപമുണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഒരിക്കലും ജ്യോതിഷം അവകാശപ്പെടുന്നില്ല ഞങ്ങൾ പറയണത് മുഴുവൻ ശരിയാണെന്ന്. ജ്യോതിഷം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് പ്രോബബിലിറ്റീസ് എന്നാണ് അറിവുള്ളവർ പറയുക. സംഭാവ്യതകൾ ഇന്നതെല്ലാം ആണ് എന്നങ്ങനെ പറയും. അപ്പം മുണ്ടകോപനിഷത്തിൽ പറയുന്നു, ഗ്രഹശാസ്ത്രം അത് ഗ്രഹങ്ങളിൽ ആസ്പദപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗ്രഹജീവികളായിരിക്കുന്ന നമുക്കും ഒരാവർത്തന സ്വരൂപമുണ്ടാവും.